ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം എന്നാൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സ് തുടങ്ങിയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയില് അല്ല, അതിന് മുന്നത്തെ വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞതെന്ന് തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രിയിൽ, ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് എന്നുവെച്ചാല് ലെവൽ 1, 2, 3, 4 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിലെ ആൻസേഴ്സ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഒറിജിനൽ പ്രിന്റഡ് ആൻസേഴ്സും ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ആ വീഡിയോ ചെയ്തു, പക്ഷെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ പോയി. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാപ്റ്റർ ഫിസിക്സ് തുടങ്ങാന്ന് വിചാരിച്ചത്, ചാപ്റ്റർ 3 ഫിസിക്സ്. അപ്പൊ നമ്മള് ലെവൽ 1, 2, 3, 4 വീഡിയോ നമ്മൾ എന്തായാലും ഇതിന്റെ ഒപ്പം തന്നെ ചെയ്യും. ആ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ. അപ്പൊ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതൊക്കെ ഒരു പക്ഷെ ഇതാണ് ക്വസ്റ്റ്യന്റെ മോഡൽ, നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പറയണമെന്നുള്ളൂ. അപ്പം ഈ ടിക്ക് ചെയ്തേക്കണതിലൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ, അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ചെയ്യാൻ പറ്റാത്തതിൽ നമ്മൾ ഈ വീഡിയോ ആകെ നമ്മുടെ ടൈം നഷ്ടമായി പോയി ശരിക്കും പറഞ്ഞാല്. അതുകൊണ്ട് ഞാനൊന്ന് പറയണമെന്നുള്ളൂ, ജസ്റ്റ് വെറുതെ ഒന്ന് പറയണമെന്നുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ എന്തായാലും നമ്മൾ എടുത്തതിന് ശേഷം ഈ വീഡിയോ നമ്മൾ എന്തായാലും എടുക്കും, ഫിസിക്സ് എന്ന് പറഞ്ഞത്. അതുകൂടാണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ലെവൽ 1, 2, 3, 4 ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് പോലത്തെയുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യും. നമ്മൾ പറയില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പോവുള്ളൂ, ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ആൻസേഴ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ഫിസിക്സ് എടുത്തതിന് ശേഷം ചെയ്യാന്നാണ് വിചാരിക്കുന്നത് എന്തായാലും. എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ആദ്യം ഇത് അപ്ലോഡ് ചെയ്യും, അതിനുശേഷം ഈ വീഡിയോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, പ്രിന്റഡ് ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിസിക്സിന്റെ അപ്ലോഡ് ചെയ്യുള്ളൂ. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഞാനിത് പറയാൻ കാരണമുണ്ട്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ, നമ്മളൊരു ഉപദേശിക്കല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ടൈം എന്തായാലും നഷ്ടമായി പോയി. ഇനിയിപ്പോ വീണ്ടും 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ വീഡിയോ വീണ്ടും ചെയ്യേണ്ട അവസ്ഥയാണ്. ഇത് കണ്ടിന്യൂ വീഡിയോ ആയതുകൊണ്ടാണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച ഫിസിക്സ് എടുത്തതിന് ശേഷം ഇപ്പൊ ഈ കാണിക്കുന്ന പോലത്തെ വീഡിയോ ചെയ്യാന്നാണ് വിചാരിച്ചത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസ് കെമിസ്ട്രിയുടെ. പക്ഷെ അത് അങ്ങോട്ട് അത്ര കംഫർട്ടബിൾ ആവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫിസിക്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് ടൈം എടുത്ത് ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചു. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതിപ്പോ നമ്മൾ നേരത്തെ ചെയ്താലും കുഴപ്പമില്ല. കാരണം വീഡിയോസ് ഒക്കെ എല്ലാവരും പല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമ്മുടെ സൗണ്ട് ഉണ്ടാവില്ല, വീഡിയോ ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല, ഒന്നും പറയില്ല. കാരണം ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതിയിലായിപ്പോയി. ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മളിപ്പോ ഡിലീറ്റ് ചെയ്ത വീഡിയോയില്. അതുകൊണ്ടാണ് ഈ ക്യാമറയുടെ ക്ലാരിറ്റി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരുപാട് സമയം നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ശരിക്കും പെട്ടെന്ന് വീഡിയോ ചെയ്തു പോകണം, കുറച്ച് സ്ലോ ആയി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയുന്നത്. ഒട്ടും തന്നെ നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറയില്ല വീഡിയോയില്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പറയണമെന്നുള്ളൂ. കാരണം യൂട്യൂബ് ആയതുകൊണ്ട് അത് പറഞ്ഞതിന് ശരിയാവില്ല. ഒന്നും പറയാതെ ഉള്ള വീഡിയോ ആവുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത് നിവർത്തിയില്ല.
അപ്പൊ അതൊന്നും ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനൊരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റി, അതുകൊണ്ടാണ് ഇപ്പൊ ഈ രീതിയിൽ നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിപ്പോ ഒരു അരമണിക്കൂറോളം വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം ഫിസിക്സ്, എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പോ നമ്മൾ വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ഒരു നഷ്ടമായി പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ ചെയ്യാന്ന് വെച്ചത്. അപ്പൊ നോക്കാം ഫിസിക്സ്. ഇതുപോലത്തുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രിന്റഡ് ആൻസേഴ്സും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ ക്ലാരിറ്റി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ പറയാം. കാരണം നമ്മുടെ ടൈം എല്ലാം വളരെ വിലപ്പെട്ടതാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അത് പോട്ടെ, എന്തായാലും നല്ലതിനാവെന്ന് വിചാരിക്കാത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ എടുത്തതായിരുന്നു വീഡിയോ. അത്യാവശ്യം കുറെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞിരുന്നു വീഡിയോയിൽ. അപ്പൊ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഭാഗ്യമില്ല അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം ചാപ്റ്റർ 3 ഫിസിക്സ്. അപ്പം CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ഫിസിക്സിൽ ജനറൽ സയൻസ് ഫിസിക്സ് 3 ഫിസിക്സ് ഇൻട്രൊഡക്ഷൻ. Science is a study of the natural world around us. It is in physics that we study matter that constitute this natural world. In this major science, we study different forms of matter, the properties they exhibit and the changes that occur within these different forms of matter. അടുത്തത് ഇനി physical constants. Physical constants or fundamental constants are standardized values whose parameters do not change. അടുത്തത് ടേബിൾ 3.1 important physical constants. ടേബിൾ 3.1 important physical constants. Constant symbol value in SI units. Constant symbol value in SI units. Acceleration of free fall G 9.80665 m s -2. Acceleration of free fall G 9.80665 m s -2. Avogadro's number N 6.0221367 multiply 1023 mol -1. Boltzmann constant K 1.38658 multiply 10 -23 JK -1. Elementary change E 1.60217733 multiply 10 -90 C. Electronic rest mass ME 9.1093897 multiply 10 -31 kg. Faraday's constant F 9.6885309 multiply 10 4 mol -1. Gas constant R 8.314510 JK -1 mol -1. Gravitational constant G 6.672 multiply 10 -11 nm square kg -2. Low-Schmidt's number NL 2.686763 multiply 10 25 m -3. Neutron rest mass Mn 1.6749286 multiply 10 -27 kg. Neutron rest mass Mn 1.6749286 multiply 10 -27 kg. Planck's constant H 6.626755 multiply 10 -34 Js. Proton rest mass MP 1.6726231 multiply 10 -27 kg. Proton rest mass MP 1.6726231 multiply 10 -27 kg. Speed of light in a vacuum C 2.9979245 multiply 10
8m s negative 1. Standard atmosphere ATM 1.01325 multiply 10.5 Pa. Stefan Boltzmann constant S 5.67051 multiply 10 negative 8 W m negative 2 K negative 4. Stefan Boltzmann constant S 5.67051 multiply 10 negative 8 W m negative 2 K negative 4. അപ്പോൾ ടേബിൾ 3.1 ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ കോൺസ്റ്റൻസിൽ കോൺസ്റ്റന്റ് ആക്സിലേഷൻ ഓഫ് ഫ്രീ ഫാള്, അവോഗാഡ്രോസ് നമ്പർ, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, എലമെന്ററി ചാർജ്, ഇലക്ട്രോണിക് റെസ്റ്റ് മാസ്, ഫാരഡേസ് കോൺസ്റ്റന്റ്, ഗ്യാസ് കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ലോക്വിറ്റ്സ് നമ്പർ, ന്യൂട്രോൺ റെസ്റ്റ് മാസ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പ്രോട്ടോൺ റെസ്റ്റ് മാസ്, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഒപ്പം, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ, സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ക്വാണ്ടൈസേഷൻ. In pre-quantum physics, physical quantities were assumed to have continuously variable magnitudes for many quantities. This is now recognized to be an illusion based on the large size of ordinary bodies compared to subatomic particles. In quantum theory, some quantities can only take on certain discrete values, often described by simple integers. This discreteness, as well as the mathematical rules enforcing it, is known as quantization. Usually, a quantum description of a system can be obtained from the corresponding Newtonian description by adding suitable rules of quantization. In pre-quantum physics, physical quantities were assumed to have continuously variable magnitudes for many quantities. This is now recognized to be an illusion based on the large size of ordinary bodies compared to subatomic particles. In pre-quantum physics, quantities were assumed to have continuously variable magnitudes for many quantities. This is now recognized to be an illusion based on the large size of ordinary bodies compared to subatomic particles. In quantum theory, some quantities can only take on certain discrete values, often described by simple integers. This discreteness, as well as the mathematical rules enforcing it, is known as quantization. Usually, a quantum description of a system can be obtained from the corresponding Newtonian description by adding suitable rules of quantization. In pre-quantum physics, physical quantities were assumed to have continuously variable magnitudes for many quantities. This is now recognized to be an illusion based on the large size of ordinary bodies compared to subatomic particles. In quantum theory, some quantities can only take on certain discrete values, often described by simple integers. This discreteness, as well as the mathematical rules enforcing it, is known as quantization. Usually, a quantum description of a system can be obtained from the corresponding Newtonian description by adding suitable rules of quantization. ക്വാണ്ടൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. കുറച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് ടൈമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ള സമയം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മൊറാശൊക്കെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും
മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് ക്വാണ്ടൈസേഷൻ. ഇനി നമുക്ക് സൈഡിലുള്ള ടോപ്പിക്സ് ഉണ്ട്, അത് നോക്കാം. നമുക്ക് നോക്കാം ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ഫിസിക്സ്. ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ഫിസിക്സ്. Physics can be divided in two categories, viz. classical and modern physics. The initial focus of physics was on studying the phenomena of motion and energy. This gave rise to the scientific discipline called physics, which is now referred to as classical physics. Its main areas of study are 1. Mechanics, 2. Heat, 3. Sound, 4. Electricity and magnetism, and 5. Light. Modern physics follows this concerns into another dimension. It studies the on basic structure of the material world that includes 1. Atomic molecular and electron physics, 2. Nuclear physics, 3. Particle physics, 4. Solid state physics, and 5. Fluid and plasma physics. 5. Fluid and plasma physics. Broad categories of physics. Physics can be divided in two categories, viz. classical and modern physics. The initial focus of physics was on studying the phenomena of motion and energy. This gave rise to the scientific discipline called physics, which is now referred to as classical physics. Its main areas of study are 1. Mechanics, 2. Heat, 3. Sound, 4. Electricity and magnetism, and 5. Light. Modern physics follows this concerns into another dimension. It studies the on basic structure of the material world that includes 1. Atomic molecular and electron physics, 2. Nuclear physics, 3. Particle physics, 4. Solid state physics, and 5. Fluid and plasma physics. ഇനി നമുക്ക് അടുത്തത് ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ഫിസിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്വാണ്ടം ഫീൽഡ് തിയറി പറയാം. ക്വാണ്ടം ഫീൽഡ് തിയറി. New transformations have been discovered among subatomic particles. One type of particle can change into another, and particles can be created and destroyed. In descriptions of subatomic particles using the physics theory called quantum field theory, such particle creations and destructions are taken as the fundamental events out of which all other transformations are built. Quantum field theory. New transformations have been discovered among subatomic particles. One type of particle can change into another, and particles can be created and destroyed. Descriptions of subatomic particles using the physics theory called quantum field theory. Such particle creations and destructions are taken as the fundamental events out of which all other transformations are built. Such particle creations and destructions are taken as the fundamental events out of which all other transformations are built. ക്വാണ്ടം ഫീൽഡ് തിയറിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് മൈക്രോ ആൻഡ് മാക്രോ ഫിസിക്സ് ആണ് പറയാൻ പോകുന്നത്. മൈക്രോ ആൻഡ് മാക്രോ ഫിസിക്സ്. Micro and macro physics. Based on the subject matter, physics is divided into sub-disciplines. The broadest division is between microphysics, which studies subatomic particles and their combinations in atoms and molecules, and macrophysics, which studies large collections of subatomic particles, such as the solid bodies of everyday experience. Based on the subject matter, physics is divided into sub-disciplines. The broadest division in between microphysics, which studies subatomic particles and their combinations in atoms and molecules, and macrophysics, which studies large collections of subatomic particles, such as the solid bodies of everyday experience. Micro and macro physics. Based on the subject matter, physics is divided into sub-disciplines. The broadest division is between microphysics,
which studies subatomic particles and their combinations in atoms and molecules, and macrophysics, which studies large collections of subatomic particles, such as the solid bodies of everyday experience. Based on the subject matter, physics is divided into sub-disciplines. The broadest division is between microphysics, which studies subatomic particles and their combinations in atoms and molecules, and macrophysics, which studies large collections of subatomic particles, such as the solid bodies of everyday experience. അപ്പം മൈക്രോ ആൻഡ് മാക്രോ ഫിസിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ക്വാണ്ടൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് കൂടി വരുന്നുണ്ട്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്കത് നോക്കാം. ഇനി നമുക്ക് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. Scientists in different parts of the world have been using various systems of measurement. The most common among them are. Scientists in different parts of the world have been using various systems of measurement. The most common among them are: 1. CGS system, centimeter, gram, second. 1. CGS system, centimeter, gram, second. 2. FPS system, foot to pound second. 2. FPS system, foot to pound second. 3 MKS, meter, kilogram, second. 3 MKS, meter, kilogram, second. 1 CGS system, centimeter, gram, second. 2 FPS system, foot to pound second. 3 MKS, meter, kilogram, second. However, to avoid confusion in the systems and to have a uniform system of measurement, the French Academy of Sciences devised the metric system in 1791, which was later propagated in other European countries by Napoleon. The metric system is a decimal system in which different units for a physical quantity are related by powers of 10. The metric system was adopted in India in 1957. However, to avoid confusion in the systems and to have a uniform system of measurement, the French Academy of Sciences devised the metric system in 1791, which was later propagated in other European countries by Napoleon. The metric system is a decimal system in which different units for a physical quantity are related by powers of 10. The metric system is a decimal system in which different units for a physical quantity are related by powers of 10. The metric system was adopted in India in 1957. However, to avoid confusion in the systems and to have a uniform system of measurement, the French Academy of Sciences devised the metric system in 1791, which was later propagated in the other European countries by Napoleon. The metric system is a decimal system in which different units for a physical quantity are related by powers of 10. The metric system was adopted in India in 1957. However, to avoid confusion in the systems and to have a uniform system of measurement, the French Academy of Sciences devised the metric system in 1791. It was later propagated in other European countries by Napoleon. The metric system is a decimal system in which different units for a physical quantity are related by powers of 10. The metric system was adopted in India in 1957. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് നമ്മൾ പറഞ്ഞത് ലാസ്റ്റ്. അപ്പം നമ്മൾ പറ്റാവുന്ന കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജനറൽ സയൻസിലെ ഫിസിക്സ്. നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്,
മേജർ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് അക്യോട്ടിക്സ്, ആറ്റോമിക് ഫിസിക്സ്, ബയോഫിസിക്സ്, ക്രയോജനിക്സ്, എൻഡ്രോഡൈനാമിക്സ്, ഫ്ലൂയിഡ് ഫിസിക്സ്, ജിയോ ഫിസിക്സ്, ഹെൽത്ത് ഫിസിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, മെക്കാനിക്സ്, മോളിക്കുലർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഓപ്റ്റിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ്. ഇന്റർനാഷണൽ സിസ്റ്റം, ടേബിൾ 3.27 ബേസിക്സ് SI യൂണിറ്റ്സ്, ടേബിൾ 3.3 കോമൺ ഡെറൈവ്ഡ് യൂണിറ്റ്സ്, മെക്കാനിക്സ്. പിന്നെ ഇത് മേജർ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സിന്റെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. ക്വാണ്ടം ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, തെർമോഡൈനാമിക്സ് എന്നുള്ളത്. കൈനമാറ്റിക്സ്, ഡിസ്പ്ലേസ്മെന്റ്, ഫിഗർ 3.1 ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ ഫോളോയിങ് ആർ സം നോട്ടബിൾ ഫാക്ട്സ് അബൌട്ട് വെലോസിറ്റി, കമ്പോണൻസ് ഓഫ് വെലോസിറ്റി, ഫിഗർ 3.2 കമ്പോണൻസ് ഓഫ് വെലോസിറ്റി ഒരു ഫിഗർ. പിന്നെ ആവറേജ് വെലോസിറ്റി ഫിഗർ 3.3 ആവറേജ് വെലോസിറ്റി. കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫിസിക്സ്, മീറ്റർ ദ സോഴ്സ് ഓൾ മെട്രിക് യൂണിറ്റ്സ്. CGS system acceleration, properties of acceleration are as follows. SI systems a coherent system, average acceleration, freely falling bodies, types of motion with uniform velocity. Figure 3.4 motion with uniform velocity. Types of motion with uniform velocity. Figure 3.4 motion with uniform velocity. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി അത്ര പോരാ, അതുകൊണ്ട് ജസ്റ്റ് വീണ്ടും കാണിക്കുന്നുള്ളൂ. മോഷൻ വിത്ത് ചേഞ്ചിങ് വെലോസിറ്റി, ഫിഗർ 3.5 മോഷൻ വിത്ത് ചേഞ്ചിങ് വെലോസിറ്റി. പിന്നെ ഇക്വേഷൻസ് ഫോർ മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ക്യാമറ ക്ലാരിറ്റി പോരാ, ദയവേത് ക്ഷമിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ്സ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കണമെന്ന് പ്രത്യേകം പറയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ജനറൽ സയൻസ് കെമിസ്ട്രിയിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ലെവൽ 1, 2, 3, 4 നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഫെയിലിയർ ആയിപ്പോയ കാര്യം. അപ്പൊ അത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ തന്നെ ഇരിക്കുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൗണ്ടായിട്ട് നമ്മൾ എന്നുവെച്ചാല് നമ്മൾ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ആ വീഡിയോന്റെ കൂടെ വേറൊരു എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഈ ബുക്കില എന്നൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് വെറുതെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ അത് യൂസ് ചെയ്യാം CSETക്ക് വേണ്ടി. അപ്പൊ അതും കൂടി ഞാൻ പ്രത്യേകം പറയാണ്. ഈ ബുക്കിലെ ഏതെങ്കിലും ഭാഗത്തിലായിരിക്കും നമ്മൾ എക്സ്ട്രാ കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഒരു നഷ്ടമായിരിക്കും. കാരണം നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ലാസ്റ്റ് ഭാഗത്തെ വീഡിയോ വാച്ച് ചെയ്താൽ മതി. കാരണം അത് ചിലപ്പോൾ കെമിസ്ട്രിയുടെ തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും, എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ ലെവൽ 1, 2, 3, 4 മാത്രം നമ്മൾ ചെയ്താലും നമുക്ക് പിന്നെ ഒരുപാട് എന്താ പറയാ, തീരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു വീഡിയോ ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാനൊരു തീരുമാനം ഇപ്പൊ തന്നെ എടുത്തത്. അപ്പം അതൊക്കെ ഒന്ന് ദയവേദം ശ്രദ്ധിക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.